Hi students, our next topic is classification of theoretical distributions. Okay, so there are two types of theoretical distribution, that is discrete theoretical distribution and continuous theoretical distribution. We can again classify this discrete and continuous into many. Okay, in discrete theoretical distribution, it is again divided into binomial distribution and Poisson distribution. And continuous theoretical distribution is again classified into normal distribution, exponential distribution, and union distribution. Now we are moving on to the first category, that is binomial distribution. ഇപ്പോൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ കണ്ടു ക്ലാസിഫിക്കേഷൻ, ഡിസ്ക്രീറ്റ് തിയററ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ക്ലാസിഫിക്കേഷനിൽ വരുന്നതാണ് ബൈനോമിയൽ ആൻഡ് പോയിസൺ. അതിൽ ഫസ്റ്റ് വൺ ആയിട്ടുള്ള ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഈസ് ഓൾസോ നോൺ ആസ് ബെർണോളി ഡിസ്ട്രിബ്യൂഷൻ. ബെർണോളി എന്ന് പറയുന്ന ഒരു സ്വിസ് മാത്തമാറ്റീഷ്യനാണ് ഇത് കണ്ടുപിടിച്ചത്. സോ ഇറ്റ് ഈസ് നെയ്മഡ് ബൈ ഹിസ് നെയിം, ദാറ്റ് ഈസ് ബെർണോളി ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, ഇപ്പോൾ ഈ ബെർണോളി ഡിസ്ട്രിബ്യൂഷനിൽ നമുക്ക് രണ്ട് ഔട്ട്കംസേ ഉള്ളൂ, അതായത് സക്സസ് ആൻഡ് ഫെയിലിയർ എന്ന് പറയുന്ന രണ്ട് ഔട്ട്കംസ്. അപ്പോൾ നമ്മൾ കോയിൻ ടോസിങ്ങിൻ്റെ ഒക്കെ എടുക്കുവാണെങ്കിൽ അവിടെ എന്താണ് സക്സസ്, ഹെഡ് ഓർ ടെയിൽ. ഓക്കെ, അതേപോലെ ഇപ്പോൾ നമ്മൾ ഒരു എക്സാം എഴുതുകയാണെങ്കിൽ എക്സാം പാസ്ഡ് ഓർ ഫെയിൽ, അങ്ങനെ രണ്ട് റിസൾട്ടുകളാണ്. ഇപ്പം നമ്മൾ എന്തെങ്കിലും മെഡിക്കൽ ടെസ്റ്റുകളൊക്കെ നടത്തുവാണെങ്കിൽ പോസിറ്റീവ് ഓർ നെഗറ്റീവ്, അങ്ങനെ രണ്ട് റിസൾട്ട് കിട്ടുന്ന ടൈപ്പ് ഡിസ്ട്രിബ്യൂഷനാണ് നമ്മൾ ഈ ബെർണോളി ഡിസ്ട്രിബ്യൂഷനിൽ ചെയ്യുക. It is the probability distribution expressing the probability of one set of dichotomous alternatives, that is yes or no എന്ന് പറയുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇല്ലേ, അതിനാണ് നമ്മൾ ഡിക്കോട്ടോമിയസ് ഓൾട്ടർനേറ്റീവ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ ഒന്നെങ്കിൽ സക്സസ് ആകാം അല്ലെങ്കിൽ ഫെയിലിയർ ആകാം, രണ്ട് ഔട്ട്കംസ് മാത്രമേ നമുക്കിവിടെ അവൈലബിൾ ആവുന്നുള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് അത് ഏതൊക്കെ ടൈപ്പാണ്? ഈക്വലി ലൈക്ലി ആൻഡ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ്. ഈക്വലി ലൈക്ലി എന്ന് പറഞ്ഞാൽ രണ്ടിനും ഒരേപോലെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞാലോ ഹാപ്പനിങ് ഓഫ് വൺ ഇവൻറ്റ് വിൽ ഡിക്ലൈൻ ഓർ റിജക്റ്റ് ദ ഹാപ്പനിങ് ഓഫ് അതർ ഇവൻറ്റ്. നമ്മളിപ്പോൾ കോയിൻ ടോസ് ചെയ്യുമ്പം ഈക്വലി ലൈക്ലി എന്ന് പറയാൻ കാരണം എന്താണ്? ഹെഡിനും ടെയിലിനും ഈക്വൽ ഓപ്പർച്യൂണിറ്റിയാണ് അത് സംഭവിക്കാനുള്ളത്. അതേപോലെ മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഹെഡ് സംഭവിച്ചാൽ പിന്നെ ടെയിൽ സംഭവിക്കില്ല, ആ ഒരു ഇവൻറ്റിൽ സംഭവിക്കില്ല. അതേപോലെ ടെയിൽ സംഭവിച്ചാൽ ഹെഡ് സംഭവിക്കില്ല. അതാണ് ഒരു ഇവൻറ്റിൻ്റെ ഹാപ്പനിങ് അത് സംഭവിക്കുന്നത് വഴി അത് തടയുകയാണ്. മറ്റൊരു ഇവൻറ്റ്, ആ ഔട്ട്കം മറ്റൊരു ഇവൻറ്റിലേക്ക് പോകുന്നതിന് അതിനെ തടയുന്നു. അതിനെയാണ് നമ്മൾ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ് എന്ന് പറയുക, ഔട്ട്കംസ് പറയുക. അപ്പോൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഡീൽ ചെയ്യുന്നത് ഇങ്ങനത്തെ, ദാറ്റ് ഈസ് ഈക്വലി ലൈക്ലി ആൻഡ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഔട്ട്കംസിനെയാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഡീൽ ചെയ്യുന്നത്. നമുക്ക് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ മാത്തമാറ്റിക്കൽ സൈഡിലേക്ക് പോകാം. അപ്പോൾ അതിൽ P is the probability of success, that is occurrence of event. P എന്ന് പറയുന്നത് സക്സസ് ആണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. ആൻഡ് Q is equal to probability of failure, നോൺ occurrence in a single trial. ഇപ്പോൾ P സക്സസും Q ഫെയിലിയറുമാണ്. അപ്പം ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു ഒരു പ്രോബബിലിറ്റി, ടോട്ടൽ വാല്യൂ ഓഫ് എ പ്രോബബിലിറ്റി ഈസ് ഓൾവേസ് വണ്ണിൻ്റെ മേലെ പോകരുത്. ഓക്കെ, അപ്പം ഈ സക്സസ് ആൻഡ് ഫെയിലിയർ കൂട്ടുകയാണെങ്കിൽ വി ഷുഡ് ഗെറ്റ് വാല്യൂ 1. ദെൻ P plus Q is equal to 1. ദാറ്റ് സക്സസ് ആൻഡ് ഫെയിലിയർ രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? 1 കിട്ടണം. ആൻഡ് Q is equal to 1 minus P, അതായത് ടോട്ടൽ ആയിട്ടുള്ള പ്രോബബിലിറ്റിയിൽ നിന്നും ഫെയിലിയറിനെ കുറച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സക്സസിനെ കുറച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഫെയിലിയർ ആൻഡ് സക്സസ് അതേപോലെ കിട്ടും. നെക്സ്റ്റ് വി ക്യാൻ സി വാട്ട് ആർ ദ അസംഷൻസ്. ഇങ്ങനത്തെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻസും ഫോർമുലാസൊക്കെ നമ്മൾ കണ്ടക്ട് ചെയ്യുമ്പോൾ വി ഷുഡ് കീപ് സം അസംഷൻസ് ആസ് കോൺസ്റ്റൻറ്റ്. ഈ അസംഷൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ റിസൾട്ട് കറക്റ്റായിട്ട് നമുക്ക് കിട്ടുള്ളൂ. ദെൻ ഫസ്റ്റ് വൺ ഇസ് ആൻ എക്സ്പെരിമെൻറ്റ് ഇസ് പെർഫോംഡ് അണ്ടർ ദ സെയിം കണ്ടീഷൻ. ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു നിങ്ങളോട്, കോയിൻ ടോസ് ചെയ്യുമ്പം നമ്മൾ ഫസ്റ്റ് ടൈമിൽ കോയിൻ ടോസ് ചെയ്ത പോലെ തന്നെ വേണം നമ്മൾ അടുത്തുള്ള ഇവൻറ്റുകളിലെല്ലാം കോയിൻ ടോസ് ചെയ്യുന്നത്. അല്ലാതെ ഫസ്റ്റ് ടൈമിൽ നമ്മൾ പ്രോപ്പറായിട്ട് കോയിൻ ടോസ് ചെയ്തു, സെക്കൻഡ് ടൈമിൽ നമുക്ക് ഹെഡ് കിട്ടണം എന്നുള്ള ഉദ്ദേശത്തോടെ നമ്മൾ കോയിൻ ടോസ് ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മൾക്ക് പ്രോബബിലിറ്റി എന്ന് പറയാൻ പറ്റില്ല. സോ ഫസ്റ്റ് അസംഷൻ ഈസ് ദാറ്റ് the experiment should be conducted in same condition. എല്ലാ എക്സ്പെരിമെൻറ്റും ഒരേ കണ്ടീഷനിൽ വേണം കണ്ടക്ട് ചെയ്യാൻ. ദെൻ സെക്കൻഡ് വൺ എന്താണ്?
ഈ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ നമ്മൾ സ്റ്റഡി ചെയ്യുന്നത് ഫെയിലിയർ ആൻഡ് സക്സസ്, രണ്ട് കാര്യങ്ങൾ, രണ്ട് പോസിബിൾ ഔട്ട്കം ഉള്ള ഇവൻറ്റുകളെയും എക്സ്പെരിമെൻറ്റുകളെയും മാത്രമേ നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ പഠിക്കുന്നുള്ളൂ. ബൈ മീൻസ് ടു അല്ലേ, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് ഔട്ട്കം വരുന്ന എക്സ്പെരിമെൻറ്റിനെ മാത്രമേ നമ്മളിവിടെ സ്റ്റഡി ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ദ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് എന്താണ്, ദാറ്റ് ഈസ് സാമ്പിൾ സ്പേസ് എന്ന് പറഞ്ഞാൽ എന്താണ്, പോസിബിൾ ഔട്ട്കംസ് ആണ്. ഒരു ഇവൻറ്റ് നടക്കുമ്പം അതിൻ്റെ പോസിബിൾ ഔട്ട്കംസിനെയാണ് നമ്മൾ സാമ്പിൾ സ്പേസ് എന്ന് പറഞ്ഞ് represent ചെയ്യാം. So the sample space of this binomial distribution will surely 2 ആയിരിക്കും. That is only 2 possible outcomes are there, whether it is a success or a failure. അപ്പോൾ നമ്മളൊരു ഡൈ ഡോസ് ചെയ്യുകയാണെങ്കിൽ നമുക്കതിന് എത്ര സാമ്പിൾ സ്പേസ് ഉണ്ട്, ഡൈ ഡോസ് ചെയ്യുമ്പം 6 സാമ്പിൾ സ്പേസ് ഉണ്ട്. കാരണം എന്താണ്, 6 ഫേസസ് ഉണ്ട് ഒരു ഡൈക്ക്. അതുകൊണ്ട് അത് നമുക്കെന്ത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ അല്ലെന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് അസംഷൻ, പ്രോബബിലിറ്റി ഓഫ് സക്സസ്സിനെ നമ്മൾ എന്ത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു, പി, ആൻഡ് പ്രോബബിലിറ്റി ഓഫ് ഫെയിലിയറിനെ നമ്മൾ ക്യൂ ആയിട്ട് ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. Then final assumptions, the trial should be independent. That is, the outcome of any trial or sequence of trials do not affect the outcome of subsequent trials. അതായത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, കോൺസ്റ്റൻ്റ് ആക്കി വെച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, എക്സ്പെരിമെൻറ്റ്സ് കണ്ടക്ട് ചെയ്യാൻ എന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പോൾ ഒരു ട്രയൽ നമ്മൾ നടത്തി, ആ ട്രയലുമായിട്ട് പിന്നീട് വരുന്ന ട്രയൽസിനൊന്നും ഒരു ബന്ധവും ഇല്ല. അതായത് എല്ലാം ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് അവിടെ പ്രോബബിലിറ്റി മെഷർ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ബയസ്ഡ് ആയിരിക്കില്ല, പ്രോബബിലിറ്റി മീൻസ് അവിടെ ബയസ്ഡ് ആയിരിക്കരുത്. സോ ഈ ട്രയൽസ് എന്തായിരിക്കണം, ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം.